ഹലോ, അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ, അങ്ങനെ ഇന്ന് 29ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്ന് നോമ്പ് ഇറക്കാനായിട്ട് സൂക്ക് വാക്കിഫിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ ഒരു 4 മണിയൊക്കെ ആയപ്പോൾ തന്നെ എത്തി. ഇവിടുത്തെ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഇനി ഈ വീഡിയോയിൽ കാണാം കേട്ടോ. എല്ലാ റമദാനും നോമ്പ് തുറക്കുന്ന സമയത്ത് സൂക്ക് വാക്കിഫിൽ ഒരു സ്പെഷ്യൽ ട്രഡീഷൻ ഉണ്ട്. അതായത് പണ്ട് കാലങ്ങളിലൊക്കെ നോമ്പ് തുറക്കുന്ന സമയമൊക്കെ അനൗൺസ് ചെയ്യാനായിട്ട് ലൗഡ് സ്പീക്കറും കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പീരങ്കി വെച്ചിട്ടാണ് അവർ ടൈം അനൗൺസ് ചെയ്തിരുന്നത്. ആ ഒരു സംഭവം ഖത്തറിൽ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോരുന്നുണ്ട്. ഖത്തറിലെ ചില സ്ഥലങ്ങളിൽ ഈ സംഭവം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് സൂക്ക് വാക്കിഫിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ചുവട്ടിൽ വെക്കാനായിട്ടൊരു സംഭവം തരും. കാരണം നല്ല സൗണ്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഈത്തപ്പഴം അതിൻ്റെ ഒരു പാക്കറ്റും തന്നു കേട്ടോ. നല്ല തിരക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇവിടെ. അപ്പോൾ അത് ആ പീരങ്കി വെച്ചിട്ടാണ് അവർ നോമ്പ് തുറക്കുന്ന സമയം അനൗൺസ് ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് എല്ലാവർക്കും ഓരോ ഇഫ്താർ കിറ്റ് വെച്ചിട്ടും അവർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ ടോയ്സ് ഇതുമാതിരി കൊണ്ടുവരും. എന്നിട്ട് അവിടെ നിൽക്കുന്ന കുട്ടികൾക്കെല്ലാം ഇങ്ങനെ കൊടുക്കും. ഇത് റമദാൻ 1 മുതൽ അവസാനം വരെ എല്ലാ ദിവസവും ഇതുണ്ട് കേട്ടോ സൂക്ക് വാക്കിഫിൽ. ഈ ഇഫ്താർ കിറ്റും അതുപോലെ ഈ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് 1 മുതൽ അവസാന ദിവസം വരെ ഉണ്ട്. അവിടെ ആരൊക്കെ ഉണ്ടോ അവർക്ക് എല്ലാവർക്കും ഇവരിത് മാക്സിമം എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്ക്രീനിൽ ടൈം നോക്കിയാൽ അറിയാം ഏകദേശം സമയം അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. അതിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് കേട്ടോ അവർ തന്ന ഇഫ്താർ കിറ്റ്. ഇതിനകത്ത് ഒരു വെള്ളം ഉണ്ടാവും, പിന്നെ ഒരു ജ്യൂസ് ഉണ്ടാവും, ഒരു ലബൻ ഉണ്ടാവും, ഇത്രയും, പിന്നെ ഒരു ഈത്തപ്പഴത്തിൻ്റെ പാക്കറ്റ് ഉണ്ടാവും. ഇത്രയാണ് കേട്ടോ ഇവർ തന്ന ഈ ഒരു കവറിനകത്തുള്ളത്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. സൂക്കിലെ വിശേഷങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ട് ഒരു വ്ളോഗ് ഞാൻ എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ അവർ തന്നെ ഇഫ്താർ കിറ്റ് വെച്ചിട്ട് ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു. അത് കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു കഫ്റ്റീരിയയിൽ പോയിട്ട് സ്നാക്സും ചായയൊക്കെ കുടിച്ച് അങ്ങനെ നോമ്പൊക്കെ തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ മാഷാ അല്ലാഹ് നാളെ തന്നെയാണ് പെരുന്നാളിനുള്ള അനൗൺസ്മെൻറ്റും വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിലും ഒമാനിലും ഒഴികെ ബാക്കി എല്ലായിടത്തും നാളെയാണ്, അതായത് ഞായറാഴ്ചയാണ് കേട്ടോ ചെറിയ പെരുന്നാൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ ആശംസകൾ. 5 തവണയാണ് കേട്ടോ ഈ പീരങ്കി വെച്ചിട്ട് പെരുന്നാൾ അനൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ
ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് നെഹദിയിൽ നിന്ന് ഫുഡും പാഴ്സലും വാങ്ങിയിട്ടാണ് കേട്ടോ പിന്നെ നേരെ വീട്ടിലേക്ക് പോകുന്നത്. സൂക്കിന്ന് തന്നെ ഹെന്നടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം ഹെന്നടണ ഓരോ ഭാഗത്തും നല്ല തിരക്കുണ്ടായിരുന്നു. കുറേ പേര് അവിടെ ഹെന്നടാനിരിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരും അടുത്തും നല്ല തിരക്കുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വീട്ടിലെത്തുമ്പോൾ ടൈം എടുക്കും. നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോന്നു. വരുന്ന വഴിക്ക് ഫുഡും പാഴ്സലും വാങ്ങിയിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം വാങ്ങിയിട്ടുണ്ട്, 1-2 കൂട്ടം കൂടെ വാങ്ങാനുണ്ട്. അങ്ങനെ നാളെ പെരുന്നാളിന് നമ്മുടെ ഫ്രണ്ട്സിനെയും അവരുടെ ഫാമിലിനെയും എല്ലാവരും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും വരും കേട്ടോ. പെരുന്നാളിന് അല്ലെങ്കിലും ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചാണ് പെരുന്നാൾ ആഘോഷിക്കാറുള്ളത്. ഇപ്രാവശ്യം അൽഹംദുലില്ലാ അങ്ങനെ തന്നെ നടന്നിട്ടുണ്ട്. പിന്നില്ലേ, ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് 2ാം പെരുന്നാളിൻ്റെ അന്നാണ് കേട്ടോ. കാരണം എനിക്ക് ഈ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചെങ്കിലും എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നിനും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ്. റോട്ടിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ട്. ഇത് ഏകദേശം ഒരു 11 മണി സമയമാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ പുറത്ത് പോയിട്ട് വന്നപ്പോൾ ഏകദേശം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വന്ന് നേരെ നാളത്തേക്കുള്ള ഫുഡിൻ്റെ ചിക്കൻ മസാല തേക്കണം. അപ്പോൾ അതിനുള്ള മസാല ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് അൽഫാം മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അൽഫാമിലേക്കുള്ള മസാലയാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കാനുള്ളതാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നതാണ്. ഈ മസാല ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ. ആ ഒരു പാത്രത്തിൽ മസാല മിക്സ് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. അങ്ങനെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാശി ചിക്കൻ കട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നമ്മൾക്ക് ഗസ്റ്റുള്ള സമയത്തൊക്കെ റാശി തന്നെയാണ് കേട്ടോ ചിക്കനൊക്കെ കട്ട് ചെയ്ത് തരാറ്. ഇനിയിപ്പോൾ ഈ ചിക്കനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ആ മസാല തേച്ചിട്ട് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അങ്ങനെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്തെടുത്തുകൊണ്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയും അതിനകത്തേക്ക് ഇട്ടു. ഇനി ഇത് നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കും. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് ഹെന്നിടാൻ വേണ്ടിയിരുന്നു കേട്ടോ. ഈ ഒരു സമയമായപ്പോഴത്തേനും ഏകദേശം 2:30 ആയിട്ടുണ്ട്. ഒരു കൈമ ഞാൻ ഹെന്ന ഇട്ടു കേട്ടോ. അപ്പോൾ അടുത്ത കൈമേൽ ഇതേമാതിരി സ്റ്റെൻസിൽ ഒട്ടിച്ചിട്ട് റാശി ഇട്ടുതരാണ് ചെയ്തത്. വെളുപ്പിന് 5:45 കേട്ടോ പെരുന്നാൾ നിസ്കാരം. അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. പിന്നെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗും കൂടെ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തി കൊടുക്കുക. അപ്പോൾ നാളെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്.